ക്വാങ് ആണെങ്കിൽ ഓഫീസിലെത്തിയതിന് ശേഷം ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന പോലെ കറക്റ്റ് മാച്ച് ആയിട്ട് ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ക്വാങ് ആണെങ്കിൽ ഒന്നും ശരിയാവാതെ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നേരത്താണ് നമ്മുടെ യുൻഹോ ഇവനെയും വിളിച്ചൊരു ചായ കുടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഈ ചായയൊക്കെ കുടിക്കുന്നതിന് ഓപ്പോസിറ്റ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് വലിയ ബ്രാൻഡഡ് കാറുകളൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ യുൻഹോ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ ബ്രാൻഡുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്വാങ്ങും ആ ഒരു വഴിക്ക് ആലോചിക്കുന്നത്. അതായത് ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്ക് ആ ബ്രാൻഡിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ക്വാങ് ആണെങ്കിൽ ഈ ഒരു കാര്യം ജിയോനോട് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിയോനാണെങ്കിൽ ഓക്കെ എന്നാൽ ആ ഒരു രീതിയിൽ അന്വേഷിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവന് പെർമിഷൻ കൊടുക്കുകയാണ്. ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഓരോ ബ്രാൻഡിനെ കുറിച്ചും നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ബ്രാൻഡഡ് ഗുഡ്സ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഐറ്റം, ഒരു ബ്രാൻഡഡ് ഐറ്റം കിട്ടി അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ജിയുൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓക്കെ കിട്ടുമ്പോൾ ക്വാങ് ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ യുൻഹോനോട് കാണിക്കുന്നുണ്ട്. ഒരു ഓക്കെ എന്ന രീതിയിൽ തംസപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ ആക്ഷൻസ് കാണുമ്പോൾ തന്നെ നമ്മുടെ ജിയുന് മനസ്സിലാവുന്നുണ്ട് കുറച്ചൊക്കെ ഐഡിയാസിൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ യുൻഹോ ആണെന്ന്. അതെ, അന്ന് നൈറ്റ് അവൾ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ടേബിളിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്റ്റിക്കർ കിട്ടുന്നത് കേട്ടോ. ഈ സ്റ്റിക്കറാണ് മുൻപ് നമ്മുടെ യുൻഹോൻ്റെ മൊബൈലിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവൾക്ക് മുൻപത്തെ ആ ഒരു സീന്, അതായത് അവനെ കിസ് ചെയ്യാൻ പോയ ആ ഒരു സീന് കുറച്ചുകൂടെ ഓർമ്മ വരികയാണ് കേട്ടോ. ഫസ്റ്റ് സീനിൽ നമ്മുടെ യുൻഹോ ആണെങ്കിൽ ഇവളുടെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഇവളെ ഓഫീസിൽ കാണാനില്ല. അപ്പോഴാണ് ബാൽക്കണിയിൽ നമ്മുടെ ജിയും നിൽക്കുന്നത് കാണുന്നത്. യുൻഹോ നേരെ ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജിയും ചോദിക്കുന്നുണ്ട്, അന്നത്തെ കാര്യം അത് നീ പറഞ്ഞത് നുണയല്ലേ, നീ ശരിക്കും ഒന്ന് തിരിച്ചു വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുൻഹോ പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നു എന്ന്. അപ്പോൾ ജിയും ചോദിക്കുന്നുണ്ട്, നീ എത്രമാത്രം ഓർമ്മിക്കുന്നുണ്ട്, എന്തോരം കാര്യം നിനക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുകയാണ്. യുൻഹോ ചോദിക്കുന്നത്, ഏതുവരെ ഞാൻ ഓർമ്മിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതുപോലെ തന്നെ ഞാൻ അത്രയേ ഓർമ്മിക്കുള്ളൂ എന്ന് പറയാണ്. അതിന് മറുപടിയായിട്ട് ജിയുൻ പറയാണ്, ഇതുപോലെ തന്നെ മതി, നമുക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഓർക്കണ്ട എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഇവൻ്റെ വീട്ടിലെ വാഷ്റൂമിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ്റെ ഡോട്ടർ ബിയോൾ ആണെങ്കിൽ ഇവൻ്റെ ഫോണിൽ പുതിയൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ ഇവനോട് പറഞ്ഞല്ലോ നമ്മുടെ ജിയോൺ മുൻപത്തെ കാര്യമൊന്നും ആലോചിക്കേണ്ട, മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ ജിയോനാണെങ്കിൽ അവളുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കുകയാണ് കേട്ടോ. സമയം പുലർച്ചെ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അവൾക്കൊരു റിലാക്സേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്ലീപ്പിംഗ് പില്ലൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് അവളും കിടക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നെക്സ്റ്റ് ഡേ ആട്ടോ. ഈ ഒരു സീനിൽ നമ്മുടെ ക്വാങ്ങും യുൻഹോയും കൂടിയിട്ട് ഒരു മാർക്കറ്റിൻ്റെ, അപ്പോൾ ഈ ഒരു മാർക്കറ്റിനകത്ത് ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ഈ ഒരു കട കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള ആ ഒരു റിപ്പയർ ചെയ്യുന്ന ആളെ ഇവർക്ക് കിട്ടും. ഈ ഒരു കടയ്ക്കാണെങ്കിൽ വലിയ പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവർ ബാക്കിയുള്ള സ്റ്റോറിലത്തെ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്കിലും കണ്ടെത്താനൊന്നും പറ്റുന്നില്ല ആ ഒരു സ്റ്റോർ. അങ്ങനെ ലാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് ഒരു ലേഡി വരുന്നത് കേട്ടോ. ഈ ലേഡി ആണെങ്കിൽ ഇവിടുന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ യുൻഹോ ഈ ഒരു ലേഡിയുടെ കൈയും ഫിംഗേഴ്സൊക്കെ ഒരുപാട് പൊട്ടിയിരിക്കുന്നതും ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോറിൻ്റെ പേര് ഗരിം റിപ്പയേഴ്സ് എന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഈ ഫുഡ് കൊടുക്കുന്ന ലേഡീനോട് ചോദിക്കുന്നുണ്ട്, ആ പോയത് ഗരീം റിപ്പയേഴ്സിലത്തെ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അതേന്ന് ഈ ഒരു ലേഡിയും പറയാണ്. പെട്ടെന്ന് തന്നെ ക്യാഷ് അവിടെ വെച്ചിട്ട് ഈ നേരത്തെ കണ്ട ലേഡിയുടെ പുറകെ പോവുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റോറിൻ്റെ പുറത്ത് നിന്ന് ഇവർ രണ്ടുപേരും ഒബ്സർവ് ചെയ്യുകയാണ് ഈ ഒരു ലേഡീനെ. അത് ശരിക്കും ഇവർ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ എന്ന് അറിയണമല്ലോ. ആ സ്റ്റോറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ലേഡി റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രാൻഡഡ് ഐറ്റംസ്, സിബ് പൊട്ടിയത്, അവിടെ ചെറുതായിട്ട് കീറിയത്, തുന്നൽ വിട്ടത്, അങ്ങനെയൊക്കെ ഈ ഐറ്റംസ് ഈ ലേഡി റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ലേഡി ഓരോന്ന് ചെയ്യുന്നതും ഇവർക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കൺഫേം ആണ് ഇവർ അന്വേഷിച്ചിരുന്ന ആ ഒരു റിപ്പയർ ചെയ്യുന്ന ആൾ ഈ ഒരു ലേഡി തന്നെയാണെന്ന്. രണ്ടുപേരും കൂടി സ്റ്റോറിനകത്തേക്ക് കയറിയിട്ട് നോക്കുമ്പോഴാണ് ഒരു കവറിൻ്റെ മേലെ ഗരീം റിപ്പയേഴ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലേഡീനോട് ചോദിക്കുമ്പോൾ ഈ ലേഡി പറയുന്നുണ്ട്, ആ ഗരീം റിപ്പയേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറിലേക്കും ഇവൾ കുറച്ച് ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ നമ്മുടെ ക്വാങ്ങിനും യുൻഹോയ്ക്കും പക്കാ ഷുവറായി ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റിപ്പയർ ഈ ഒരു ലേഡി തന്നെയാണെന്ന്. ഇവർക്കാണെങ്കിൽ ചെറിയ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഇങ്ങനൊരു റിപ്പയറിൻ്റെ, അതായത് ഗരീം റിപ്പയേഴ്സ് എന്ന് പറയുന്ന ഒരു കടേനെ കുറിച്ചൊക്കെ ഇവർ കേൾക്കുന്നത്. ഈ ലേഡി ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ 3 ഐറ്റംസിൻ്റെ ഒരു ലെതർ പീസുകൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ലേഡി പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്, ഇത് 2 ടൈപ്പ് ബാഗിൻ്റെയാണ്. ആ ബാഗിൻ്റെ പേരും പറയുന്നുണ്ട്. വേറൊരെണ്ണം ഒരു ബെൽറ്റിൻ്റെ ആണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ക്വാങ്ങിനും യുൻഹോയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. കാരണം ഈ ഒരു ലേഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. കൊടുത്ത 2 മെറ്റീരിയൽസ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ബാഗിൻ്റെ ആയിരുന്നു. ആ ബാഗിൻ്റെ ബ്രാൻഡ് വരെ ഈ ഒരു ലേഡി പറഞ്ഞു. മാത്രമല്ല ആ ബെൽറ്റിൻ്റെ കാര്യവും ഈ ഒരു ലേഡി പറഞ്ഞു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയോണുമായിട്ട് ഈ ഒരു ലേഡി മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജിയോണാണെങ്കിൽ ഒരു ജോബ് ഓഫർ കൊടുക്കുകയാണ്. ഒരാളെ കൺവിൻസ് ചെയ്യാനുള്ള നമ്മുടെ ജിയോൻ്റെ സ്കില്ലും യുൻഹോയുടെ സ്കില്ലൊക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്.
ഈ ഒരു ലേഡി പറയുന്നുണ്ട്, "ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആളൊന്നും അല്ല ഞാന്. ഞാൻ ജസ്റ്റ് ഒരു റിപ്പയർ ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഐറ്റം ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല" എന്നാണ് ഈ ലേഡി പറയുന്നത്. അപ്പോൾ നമ്മുടെ ജിയോൺ പറയുന്നുണ്ട്, "അത് വേറൊന്നുമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണത്. ചെറുപ്പം തൊട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്." അതായത് 37 വർഷമായി ഈ ഒരു ലേഡി ഈ ഒരു ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കാണുമല്ലോ. അപ്പോൾ ജിയോൺ പറയുന്നുണ്ട്, "എന്തൊക്കെയായാലും നിങ്ങളുടെ സുന്ദരമായ ഈ കൈകളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഒരുപാട് ബാൻഡേഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ലേഡിയുടെ ഫിംഗേഴ്സിൽ. എന്തായാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം" എന്ന് ജിയോൺ പറഞ്ഞിട്ട് ഈ ലേഡിക്ക് കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബിയുളിനെയാണ് കാണിക്കുന്നത്. അവളുടെ കിൻഡർ ഗാർഡനിൽ ഇന്ന് പിള്ളേരൊക്കെ ഒരുമിച്ച് ഒരു എക്സ്കർഷൻ പോലെ പോവുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവർ ഒരുമിച്ചായിരിക്കും സ്ലീപ്പ് ചെയ്യുക. വീട്ടിലേക്കൊന്നും ആരും വരില്ല. നൈറ്റ് ടെൻറ്റ് സ്റ്റേ ആണ് കിൻഡർ ഗാർഡനിലെ പിള്ളേർക്ക്. ബിയോളാണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള ഡോള് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവൾ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ അച്ഛനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മകളെ. നുഹ അപ്പോൾ ബിയോളിനോട് ചോദിക്കുന്നുണ്ട്, "അല്ല ഞാനില്ലെങ്കിൽ നിനക്ക് ഉറക്കമൊക്കെ വരുമെന്ന്" ചോദിക്കുമ്പോൾ നമ്മുടെ ബിയോള് പറയുന്നുണ്ട്, "അച്ഛൻ ഇനിയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിക്കണം. ഞാനില്ലെങ്കിലും അച്ഛൻ ഒറ്റയ്ക്ക് ഉറങ്ങുകയൊക്കെ വേണ്ടേ. മാത്രമല്ല അച്ഛൻ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ഡേറ്റ് ചെയ്യാനുള്ള ടൈമായി. അതുകൊണ്ട് ഇനി തൊട്ട് അച്ഛൻ ഇൻഡിപെൻഡൻ്റ് ആവണം" എന്നാണ് ബിയോള് അച്ഛനെ ഉപദേശിക്കുന്നത് കേട്ടോ. അത് എല്ലാവരും ചേർന്ന് കിൻഡർ ഗാർഡനിലെത്തി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ബായ് പറഞ്ഞിട്ട് നമ്മുടെ പാരൻസ് ഒക്കെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, "ഇന്ന് നൈറ്റ് നിങ്ങളെല്ലാ പാരൻസും ഫ്രീ ആണ്." നെക്സ്റ്റ് സീനിൽ നമ്മുടെ പീപ്പിൾസിൻ്റെ ഓഫീസാട്ടോ കാണിക്കുന്നത്. അപ്പോൾ സിഒ പറയുന്നുണ്ട്, "അല്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് നൈറ്റ് നീ ഫ്രീ ആണ്. നിൻ്റെ മകളിന്ന് കൂടെയില്ലല്ലോ. ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരെ. ഇന്ന് അവിടെ നിന്ന് ഡിന്നർ കഴിക്കാമെന്ന് പറയാണ്." ഇത് കേൾക്കുമ്പോൾ നമ്മുടെ യുൺഹോ പറയുന്നുണ്ട്, "ഏയ് അതൊന്നും പറ്റില്ല. എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ട്" എന്ന് പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ വു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ വുവിനോടും പറയുന്നുണ്ട്, "ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോരെ. ഇന്ന് ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറയാണ്." അപ്പോൾ വു പറയുന്നുണ്ട്, "നിൻ്റെ ഫുഡല്ലേ എനിക്ക് തീരെ ഇഷ്ടമല്ല മോളെ" എന്ന് പറയാണ്. സിഒ പറയുന്നുണ്ട്, "ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന്." എങ്കിലും നമ്മുടെ യുൺഹോ പറയാണ്, "എന്നാ വേണ്ട, നമുക്കിന്ന് എൻ്റെ വീട്ടിലാവാം ട്രീറ്റ്. ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന്" യുൺഹോ പറയാണ് കേട്ടോ. അപ്പോൾ സിഒ പറയുന്നുണ്ട്, "എന്നാൽ ഇന്ന് നമുക്ക് യുൺഹോയുടെ വീട്ടിൽ കൂടാം. മാത്രമല്ല ജിയുണിനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ നോക്കാമെന്ന് പറയാണ്. സിഒ എന്നിട്ട് വുവിനോട് പറയുന്നുണ്ട്, "അല്ല നീ അവളോടൊന്ന് പറഞ്ഞ് അവളെ ഒന്ന് പേഴ്സുവേഡ് ചെയ്യാൻ നോക്ക്. ചിലപ്പോൾ നീ വിളിച്ചാൽ അവൾ വരും" എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ വുവിനാണെങ്കിൽ ഇവളെയും കൊണ്ട് നമ്മുടെ യുൺഹോയുടെ വീട്ടിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇവൻ പറയുന്നുണ്ട്, "ഓ കമ്പനി ഡിന്നറിന് പോലും വരാത്ത ആളാണിപ്പോൾ നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. അതോ ഇവൻ്റെ വീട്ടിലേക്ക്" എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്തായാലും നമ്മുടെ സിഒക്ക് അറിയാം, അതായത് ജിയുണിന് വരാൻ താല്പര്യമില്ല, വരില്ല എന്നൊക്കെ. എങ്കിലും യുൺഹോയുടെ വീടിൻ്റെ അഡ്രസ്സ് ഇവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല വരാനും നമ്മുടെ ജിയുണിനെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ സിഒ. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇവളെ യുൺഹോയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, "എനിക്കെന്തായാലും വരാൻ പറ്റില്ല. ഞാൻ ബിസിയാണ്. ഇതിനൊന്നും ഞാൻ ഇല്ല" എന്ന് പറയാണ്. അവളങ്ങനെ പുറത്തൊരു കഫേയിലൊക്കെ ഇരുന്ന് അവളുടെ വർക്കൊക്കെ ചെയ്യുകയാണ്. ഒരുപാട് പേര് അവളെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നൈറ്റ് ആകുമ്പോഴാണ് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ. വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ യുൺഹോ ഓഫീസിൽ വെച്ചിട്ട് ഇവളെ യുൺഹോയുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ലേ, അതൊക്കെ ആലോചിക്കുന്നുണ്ട്. "ഏയ് ഞാനൊന്നുമില്ല" എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജിയൂൺ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് യുൺഹോയുടെ വീട്ടിലേക്ക് വരികയാണ്. 10 പ്രാവശ്യമെങ്കിലും വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന രീതിയിലാണ് അവൾ തിരിഞ്ഞു പോകാനൊക്കെ നോക്കുന്നത്. ഇവള് ബെല്ലടിക്കുമ്പോൾ യുൺഹോ വാതിൽ തുറക്കാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. ഇന്ന് എല്ലാവർക്കും, അതായത് നമ്മുടെ സിഒക്കും വുവും ബിസിയാണ്. അതുകൊണ്ട് ആരും ഫ്രീ അല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിന്നർ ക്യാൻസൽ ചെയ്ത കാര്യം ഗ്രൂപ്പ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ജിയൂൺ ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ജിയൂൺ ഈ ഒരു ഡിന്നർ ക്യാൻസൽ ആയ കാര്യം അറിയാതിരുന്നത്. അവനാണെങ്കിൽ ശരിക്കും ചമ്മിയൊരു അവസ്ഥയിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വാതിൽ പുറത്തുനിന്ന് അവൾ അടയ്ക്കുകയാണ്. ജിയൂൺ എന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ യൂൺഹോ ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് അവൾ കൊണ്ടുവന്ന ആ കേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, "എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഞാൻ ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. എൻ്റെ ഡിന്നർ കഴിച്ചിട്ടൊന്ന് പോയാൽ മതി" എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ യുൻഹോയുടെ നിർബന്ധപ്രകാരം ജിയൂൺ വീടിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെയുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ നമ്മുടെ ബിയോളിൻ്റെ വലിയ ഫോട്ടോസൊന്നുമില്ല. അവൾ ബേബി ആയിരിക്കുമ്പോഴത്തെ ഫോട്ടോസൊക്കെയാണ് നമ്മുടെ ജിയൂണി നോക്കുന്നത്. ഇതേ സമയം നമ്മുടെ സുഹ്യോൻ്റെ അമ്മയാണെങ്കിൽ സുഹ്യോനോട് പറയുന്നുണ്ട്, "നീ എന്തായാലും അവനെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. അവൻ്റെ റൂമിൽ പോയിട്ട് അവനെ വിളിച്ചു കൊണ്ടുപോവാ ഫുഡ് കഴിക്കാൻ. ഇന്ന് ഫ്രീ അല്ലേ, രണ്ടുപേരും ഒരുമിച്ച് ഒരു മൂവിക്കൊക്കെ പോകുമെന്ന്" പറയാണ് കേട്ടോ. "നീ ഇനിയും അവനുമായിട്ട് മിങ്കിളാവാൻ ഇത്രമാത്രം ഹെസിറ്റേഷൻ കാണിച്ചാൽ വേറെ വല്ലവരും അവനെ കൊത്തിക്കൊണ്ട് പോകും. അവൻ്റെ ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് അവൻ കുക്ക് ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരായാലും വീണു പോകുമെന്ന്" പറയാണ് കേട്ടോ. അപ്പോൾ സുഹ്യോൻ പറയുന്നുണ്ട്, "എന്തോ ഒരു എംബാരസിംഗ് ആയിട്ട് അമ്മയെ സംസാരിക്കുന്നതെന്ന്" പറയാൻ കേട്ടോ. കാരണം ഇവൾക്ക് ഭയങ്കര ചമ്മൽ വരികയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, "എന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കുക്ക് ചെയ്യുമ്പോൾ അവനിങ്ങനെ ബ്രോഡ് ഷോൾഡറിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ലേഡി ആണെങ്കിലും ഫ്ലാറ്റ് ആയി പോകുമെന്ന്" പറയാണ്.
അതേസമയം നമ്മുടെ ജിയോനാണെങ്കിൽ ഇവൻ കുക്ക് ചെയ്യുന്നത് നോക്കിയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇവനാണെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ഇവൾക്ക് കഴിക്കാൻ. ഇവളാണെങ്കിൽ ഒരു ഐറ്റം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത വഴിക്ക് ഞെട്ടിപ്പോവാണ്. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇവൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും. അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് അവൾ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കുകയാണ്. ജിയോൻ എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിൻ്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്, നിനക്ക് ശരിക്കും ഒരു കുക്ക് ആവായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മുൻകൂട്ടി റിസർവേഷൻ ചെയ്തിട്ട് വേണം വരാമെന്ന് പറയുന്നു കേട്ടോ. ചെറിയൊരു തമാശയാണേ. ഇവനപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ എത്ര വർഷമായിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ 30 വർഷമായിട്ട് എൻ്റെ സർവൈവൽ സ്കില്ലാണ് കുക്കിംഗ്. അപ്പോൾ യുൻഹോ ചോദിക്കുന്നുണ്ട്, ഞാൻ നന്നായി വളർന്നില്ലേ, ഞാൻ നല്ലൊരു ആളായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിയും പറയുന്നുണ്ട്, യു ഡിഡ് വെൽ, നീ നന്നായി ചെയ്തു എന്ന് പറയാണ്. യുൻഹോയും തിരിച്ച് അവളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ ജിയോണ് നന്നായി തന്നെ വളർന്നു വന്നേന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മകൾ ബിയോള് ഇവൻ്റെ കയ്യിലൊരു സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാറില്ലേ, യു ഡിഡ് എക്സലൻറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട്, അതേപോലത്തെ ഒരു സ്റ്റാമ്പ്, ആ സെയിം സ്റ്റാമ്പ് നമ്മുടെ ജിയോൻ്റെ കൈമേ ഇവൻ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ബിയോളിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ജിയോനാണെങ്കിൽ ഇവിടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബിയോളാണെങ്കിൽ അച്ഛനെ മിസ് ചെയ്യുന്നോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ച് കോള് കട്ടാക്കുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ ബിയോളിൻ്റെ കൂടെയുള്ള കോളൊക്കെ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഉറങ്ങിക്കെടുക്കുന്ന നമ്മുടെ ജിയോനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാനോ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും അവൻ നിൽക്കുന്നില്ല. മെല്ലെ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്ത് അവൾക്കൊരു ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പുതപ്പിച്ചിട്ടാണ് അവൻ അവൻ്റെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ ജിയോൺ നല്ല വെളിച്ചം അവളുടെ കണ്ണിലേക്കൊക്കെ അടിക്കുന്നതാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോവുകയാണ്, കാരണം വേറൊരു സ്ഥലമാണ്. അതിനിടയിൽ ഇവൻ്റെ കൈയൊക്കെ ചോട്ടുന്നുണ്ട് കേട്ടോ. ഇവളുടെ തൊട്ടടുത്ത് ഇരുന്നിട്ടാണ് ഇവൻ ഉറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ, അല്ല ഞാനെന്താ ഇവിടെ, ഞാൻ പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായകന് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ. അതായത് ഇന്ന് ഇവൻ്റെ മകള് ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് വരും. പിയോള് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ജിയോനോട് പോകണം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ജിയോൻ്റെ ബാഗും പിടിച്ചിട്ട് അവൻ ഓടുകയാണ്, തൊട്ടു പുറകെ നമ്മുടെ ജിയോണും. ജിയോനാണെങ്കിൽ ലിഫ്റ്റിൽ കയറിയിട്ട് ചോദിക്കുന്നത്, നിങ്ങളെന്താ അലാം വെക്കാതിരുന്നത്, അലാം വെക്കാൻ മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവനാണെങ്കിൽ അതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പ് ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ നേരെ മുമ്പിൽ നമ്മുടെ ബിയോളും ബിയോളുടെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ അമ്മയും കേട്ടോ. അങ്ങനെ ഇവരാകെ സ്റ്റക്കായി നിൽക്കുകയാണ്, നമ്മുടെ ലിഫ്റ്റിനകത്തുള്ളവരും ലിഫ്റ്റിന് പുറത്തുള്ളവരും. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആട്ടോ കാണിക്കുന്നത്. അതായത് നമ്മുടെ ജിയോൺ ഇവരുടെ ഹാളിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ഇവനൊരു ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പുതപ്പിച്ചു. എന്നിട്ട് ഇവൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നിരുന്ന ബുക്ക് വായിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ജിയോൺ ഉറക്കത്തിൽ ഇങ്ങനെ കരയുന്ന ശബ്ദം, പോവല്ലേ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ശബ്ദവും കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവൻ വന്നിട്ട് ഇവളുടെ കൈ പിടിക്കുകയാണ്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇറ്റ്സ് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ മെല്ലെ ഉറക്കത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഇവളുടെ അടുത്തിരുന്ന് ഇവൻ ഉറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് കാലത്ത് എഴുന്നേറ്റപ്പോൾ കയ്യിലൊരു ചവിട്ടൊക്കെ കിട്ടിയത്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു 5th എപ്പിസോഡ് ഉണ്ടാവുന്നത്.